പ്രസവമെടുക്കുമ്പോൾ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി വെക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ടല്ലേ? കുഞ്ഞുടുപ്പ്, സോപ്പ്, ചീപ്പ്, ടവൽ തുടങ്ങിയ എല്ലാത്തരം സാധനങ്ങളും മുൻകൂട്ടി വാങ്ങിവെക്കും. അതെല്ലാം പ്രധാനം തന്നെ. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മുലയൂട്ടലിനെ കുറിച്ച് എത്ര പേർ ചിന്തിക്കാറുണ്ട്? അതിനുവേണ്ടി തയ്യാറെടുക്കുവാറുണ്ട്? മുലയൂട്ടൽ അത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നല്ലേ, എന്താണ് ഇത്ര തയ്യാറെടുക്കുവാൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എല്ലാവർക്കും അത് സ്വാഭാവികമായി നടക്കണമെന്നില്ല. ചില പ്രശ്നങ്ങൾ വന്നേക്കാം. അതിനാൽ തന്നെ ഗർഭിണിയായിരിക്കുമ്പോഴേ മുലയൂട്ടലിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കുന്നത് പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ എളുപ്പം പരിഹരിക്കുവാനും സഹായകരമാണ്. എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് മുലയൂട്ടൽ തുടങ്ങുവാനായി വേണ്ടതെന്ന് നോക്കാം. മുലയൂട്ടലിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനുമായി സമയം ചിലവഴിക്കുക. അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശരീരം പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്, എപ്പോഴാണ് പാൽ ഉൽപ്പാദനം തുടങ്ങുന്നത്, എന്താണ് കൊളസ്ട്രം, കുഞ്ഞിന് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് മുലയൂട്ടുന്നത്, കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ എല്ലാത്തരം കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പഠിച്ചു വയ്ക്കുക. മുലയൂട്ടലിൽ വരാനിടയുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം, അത് തടയുവാനായി എവിടുന്ന് എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നും വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കുക. അമ്മമാരുടെ മുലയൂട്ടൽ സൗഹൃദ കൂട്ടായ്മകളിൽ പങ്കുചേരുവാൻ വേണ്ടി ശ്രമിക്കുക. അത് മുലയൂട്ടുവാനായി പ്രചോദനം ലഭിക്കുവാനും കുഞ്ഞുങ്ങളുടെ ബേസിക് സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിലുപരി നല്ല മാനസിക പിന്തുണ ലഭിക്കുവാനും സഹായകരമാകുന്നു. മുലയൂട്ടൽ കാലത്ത് പാർട്ട്ണറിൻ്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. അതിനാൽ തന്നെ മുലയൂട്ടലിനെ കുറിച്ചുള്ള ശരിയായ അറിവ് അവർക്ക് കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മുലയൂട്ടൽ വിജയകരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനായി പ്രത്യേക സമയവും സാഹചര്യവും കണ്ടെത്തുക. കൂടാതെ കങ്കാരു മദർ കെയർ, മുലപ്പാൽ പിഴിഞ്ഞെടുക്കുക, പാലടി ഫീഡിംഗ്, കപ്പ് ഫീഡിംഗ് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അറിഞ്ഞു വയ്ക്കുന്നത് വളരെ ഗുണകരമാണ്. എല്ലാ അമ്മമാരുടെയും മുലക്കണ്ണുകൾ ഒരുപോലെ ആയിരിക്കില്ല. ചില അമ്മമാരുടെ മുലക്കണ്ണുകൾ ഫ്ലാറ്റോ ഇൻവേർട്ടഡോ ആവാം. ശരിയായ സഹായം ലഭിക്കുകയാണെങ്കിൽ ഇത്തരം അമ്മമാർക്കും വിജയകരമായി മുലയൂട്ടുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഒരു ലാക്ടേഷൻ എക്സ്പേർട്ടിനെ കണ്ട് മുലയൂട്ടുവാനുള്ള കൂടുതൽ ടെക്നിക്സുകൾ മനസ്സിലാക്കി വെക്കുന്നതും ആദ്യ നാളുകളിൽ അവരുടെ സഹായം ഉറപ്പാക്കുന്നതും വളരെ നല്ലതാണ്. മുലയൂട്ടലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.